കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ബഹിഷ്കരിച്ച UDF. ഉദ്ഘാടന ചടങ്ങിൽ MK രാഘവൻ MPയെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു UDF ബഹിഷ്കരണം. വികസന പ്രവർത്തനങ്ങൾ ബഹിഷ്കരിക്കുന്നവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് തുടക്കത്തിൽ MK രാഘവൻ MPയെ ക്ഷണിച്ചിരുന്നില്ല. കൂടാതെ മലാപ്പറമ്പ് വരെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രവൃത്തി നടക്കുന്നത്. MPയെ ക്ഷണിക്കാത്ത നടപടി വിവാദമായതോടെ അവസാന മണിക്കൂറിൽ മന്ത്രി ഇടപെട്ടെങ്കിലും UDF ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു. UDFന്റെ ഈ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് ഉദ്ഘാടകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിമർശിച്ചത്. ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ട് ചെയ്തവരുടെ വാഹനം മാത്രം പോകാൻ പറ്റുന്ന റോഡല്ല ഇതെന്ന് മന്ത്രി തുറന്നടിച്ചു. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ട് ചെയ്തവരുടെ വാഹനം മാത്രം പോകാൻ പറ്റുന്ന റോഡല്ലല്ലോ. എല്ലാ മുന്നണിക്ക് വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമായ എല്ലാ ജനങ്ങളും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങളോട് ആരെങ്കിലും ബഹിഷ്കരണ സമീപനം സ്വീകരിച്ചാൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ച പാഠം എന്ന് സ്വയം ഓരോരുത്തരും ഓർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ആരും ബഹിഷ്കരിക്കാത്ത ഒരു ഉദ്ഘാടനത്തിന് സന്തോഷത്തോടുകൂടി ഒരുമിക്കാം. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് പുതിയ നഗരമായി തീരുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. MLA-മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.